അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ആ വാർത്ത യാത്രാ ടുഡേ എന്ന് പറയുന്ന ചാനലിൽ ദിൽഷാദിനെ മേഘാലയയിൽ വെച്ച് ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഒരു ഗ്രാമപ്രദേശത്തൂടെ, മേഘാലയ എന്ന് പറയുന്നത് ഒരു എന്നാ പറയണ്ടേ, നമ്മുടെ നാട്ടിലെ മലയോരത്തെക്കാളും ദുർഘടം പിടിച്ച പാതകളും വഴികളുമാണ്. എന്ന് വെച്ചാൽ മഡായിട്ടുള്ള ചെളികൾ നിറഞ്ഞ വഴികളും പല സ്ഥലങ്ങളിലും വഴിയില്ല, കാട്ടിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് മേഘാലയ. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. മേഘാലയ അത്ര റിസ്ക് പിടിച്ചൊരു സ്ഥലമാണ്. കിലോമീറ്ററുകളോളം നടക്കേണ്ട സ്ഥലമാണ്, ബൈക്ക് പോലും പോകാൻ പറ്റാത്ത വളരെ വിജനമായ സ്ഥലമാണ്. ഞാൻ കുറേ സുഹൃത്തുക്കളൊക്കെ യൂട്യൂബിലുള്ള കുറേ പേരോടൊക്കെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അവിടെയുള്ള യൂട്യൂബ് ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിച്ച് എന്തെങ്കിലും പരിചയം, നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയല്ലേ, അങ്ങനെ ഇടുകയുണ്ടായി. ഏതായാലും ദിൽഷാദിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ദിൽഷാദ് എന്ന് പറയുന്ന യാത്രാ ടുഡേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനൽ കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം 1 മില്യൺ അധികം സബ്സ്ക്രൈബറുള്ള വലിയൊരു ഫാൻ ബേസുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെയാണ്. അദ്ദേഹം ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെള്ളത്തിന് ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കുട്ടികൾക്ക് വെള്ളം ശേഖരിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തപ്പെട്ടു. ആഫ്രിക്കൻ ജീവിതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടു പോകുന്നിടത്താണ് അവരുടെ ഏറ്റവും വലിയ വിഷയം വെള്ളമാണെന്ന് തിരിച്ചറിയുക. കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവിടെ വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം അവിടെ നമ്മുടെ കേരളത്തിൽ കിണർ കുഴിക്കുന്ന സിസ്റ്റം, അവിടെ കിണർ കുഴിച്ച് നിരവധി പേർക്ക് കിണർ കുഴിച്ചു കൊടുത്ത് വെള്ളം കിട്ടുകയുണ്ടായി. അങ്ങനെ വളരെ ഒരു ദാനനിഷ്ഠനും, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കാണുന്ന ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടലല്ല, ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. താൻ പോകുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ പുറപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. കാരണം എല്ലാവർക്കും സ്വന്തം താല്പര്യമല്ലേ. ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു മനസ്സല്ല കണ്ടിട്ട്. ഇദ്ദേഹം പോകുന്നിടത്തെ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, അവരെ സഹായിക്കുക, അവരുടെ പട്ടിണിയോ അല്ലെങ്കിൽ അവരുടെ വെള്ളമില്ലായ്മയും അവരുടെ വിഷമത്തിൽ പങ്കുചേരുന്ന യൂട്യൂബർമാരിൽ പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടിയതായിട്ട് അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ബൈക്കും ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം മലയാളികൾ വാർത്തകളിലായാലും യൂട്യൂബിലായാലും ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർക്ക് ഒരു മുൻപേ പോയ ആളുകളാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന, ബൈക്ക് ഓടിച്ചുകൊണ്ടും ബൈക്ക് റൈഡിങ്ങിലും അല്ലെങ്കിൽ വണ്ടി ഏത് വാഹനമായിട്ട് നമ്മളെല്ലാം ഈ ഇറങ്ങി പുറപ്പെട്ട് വിവിധ രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും പോകുന്നവരാണ് അല്ലേ. എല്ലാവരും കാഴ്ചകൾ തേടി പോകുന്നവരാണ്. ആ കാഴ്ചയിൽ ഉണ്ടായ ഒരു അപകടം, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിക്കവറി ആയി വരുമ്പോൾ അദ്ദേഹം പറയും എങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്ന്. അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഉൾപ്പെടെ ഒരു കാട്ടുപ്രദേശത്തു നിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ആ നാട്ടുകാർ, ലോക്കലായിട്ടുള്ള ആളുകളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. അദ്ദേഹം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനൊന്നും ആപത്തുണ്ടാകാതെ എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ. ഇനിയും ഒരുപാട് മേഖലകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ വളരെ ചുരുക്കം ആളുകളെ ഇതുപോലെ ക്യാമറയും തൂക്കിപ്പിടിച്ച് അല്ലെങ്കിൽ യൂട്യൂബറൊക്കെ ആയിട്ട് പോവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ റൈഡുകൾക്കൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമീണ ഭംഗിയും ആളുകളുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഒപ്പിയെടുക്കുമെന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം വിക്ടർ ജോർജിനെ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് വിക്ടർ ജോർജ്. അദ്ദേഹം ഒരു ഉരുൾപൊട്ടലിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് എടുത്ത് ബ്ലോഗ് ചെയ്യുന്ന ആളുകളിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ദിൽഷാദ് എന്ന് പറയുന്നത്. അപ്പം ദിൽഷാദ് എത്രയും വേഗം രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ.